ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല മഴയാണേ. ഇന്നലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ. ഇന്നിപ്പോൾ നല്ല മഴയുണ്ട്, പെയ്തുകൊണ്ടേ നിൽക്കുക കേട്ടോ. കാലവർഷത്തിൻ്റെ ആ ഒരു മഴ പോലെയാണ്, ഭയങ്കര ശക്തമായൊരു മഴയല്ല, പെയ്തുകൊണ്ടേ നിൽക്കുകയാണ് തോരാണ്ട്. ആ ഒരു കാലവർഷത്തിൻ്റെ മഴ അങ്ങനെയാണല്ലോ, ആ ഒരു മഴ കേട്ടോ. അപ്പം രാവിലെ നമുക്ക് കഴിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കണം. ഞാനിവിടെ ഇത്തിരി അപ്പത്തിന് വേണ്ടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് രാവിലെ അപ്പം ഉണ്ടാക്കാം. പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലെ മഴയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ പുറത്തോട്ട് ഇറങ്ങിയതാണ്. നല്ല മഴയും തണുപ്പും കൂടെ ആകുമ്പോഴേ എല്ലാവരും ഉള്ളിൽ തന്നെയാണ്. നമുക്ക് പോയി അടുപ്പിൻ്റെ ചുവട്ടിൽ നല്ല തീയൊക്കെ കാഞ്ഞ് നമുക്ക് അപ്പം ഉണ്ടാക്കാം. റാഗി കൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആദ്യമായിട്ടാണ് റാഗി കൊണ്ട് അപ്പം ഉണ്ടാക്കാൻ പോണത്. ഞാൻ ഒരു വീഡിയോയിൽ കണ്ടാണ് കേട്ടോ. റാഗി നമ്മുടെ സാധാ പോലെ തന്നെ അപ്പത്തിന് അരക്കില്ലേ, കുറച്ച് ചോറ്, കുറച്ച് തേങ്ങ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെളുത്തുള്ളി, ജീരകം, അതൊക്കെ എല്ലാം വെച്ചിട്ട് റാഗി പൊടിയാട്ടോ ഞാൻ എടുത്തത്. ഒന്ന് അരച്ച് വെച്ച് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അരച്ചപ്പോൾ വേഗം പിന്നെ റാഗി കുതിർത്താനൊന്നുമില്ല. റാഗി ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ റാഗി പൊടി നമുക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടും. നമുക്ക് കുഞ്ഞിന് 6 മാസം ആവുന്ന വരെ, കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് തുടങ്ങുന്ന സമയം വരെ നമുക്ക് റാഗി അമ്മയ്ക്കുള്ളത് കിട്ടും. പിന്നെ അത് കഴിയുമ്പോൾ അമൃതം പൊടിയാണുള്ളത് കിട്ടുക. അപ്പോൾ അങ്ങനെ കുറച്ച് റാഗിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് അരച്ച് വെച്ച് നോക്കിയതാണ്. നമുക്ക് ചുട്ട് നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാവുമെന്ന്. ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, ഇതുവരെ ചെയ്തുപോലും നോക്കിയിട്ടില്ല ഇങ്ങനെ അപ്പമായിട്ടൊന്നേ. ഇപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ കുറുക്ക് അല്ലെങ്കിൽ ദോശ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ദോശയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ച് അതിൻ്റെ കൂടെ ഗോതമ്പ് പൊടി ഇട്ടിട്ടോ ഗോതമ്പ് പൊടി ഇടാണ്ടോ അങ്ങനെയൊക്കെ കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. പരീക്ഷണമാണ്, നോക്കാം. റാഗി കൊണ്ടാട്ടോ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. റാഗി നമ്മൾ സാധാ അപ്പത്തിന് അരയ്ക്കുന്ന പോലെ അരച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ചുട്ട് നോക്കാം. കല്ല് ചൂടായില്ല, കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ കുഴിയൊക്കെ വരുന്നുണ്ടേ. അത്യാവശ്യം നല്ല കട്ടിയിലാണ് കേട്ടോ. എന്താ മാവ് അരച്ച് വെച്ച്, പിന്നെ അതിൽ വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ തീരെ കട്ടി പറഞ്ഞു പോയി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ, അതെങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് അരച്ച് വെക്കാം. ഇത് രണ്ടാമത്തെ അപ്പം കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടേ. കുഴപ്പമൊന്നുമില്ല, നമുക്ക് റാഗി വെച്ച് ഒപ്പം ഉണ്ടാകാം. ഇനി കഴിച്ച് നോക്കണം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഒന്ന് മറച്ചുകൂടി ഇട്ടിട്ട് എടുക്കാവേ. ആയിട്ടുണ്ട്. അടുത്ത കഴിച്ചു നോക്കാനായിട്ട് പോവുകയാണേ. നല്ല മയമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ റാഗിയുടെ ഒരു തരിതരിപ്പില്ലേ, അതുകൊണ്ട് പൊടിച്ച റാഗി അല്ലേ, ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നല്ല മയമുണ്ട് കേട്ടോ. ഉണ്ടോ, സാധാ അപ്പം പോലെ തന്നെ ഉണ്ടേ. എങ്ങനെയുണ്ടോ അമ്മജി? കുഴപ്പമില്ല, അപ്പവാ. അമ്മച്ചിക്ക് കഞ്ഞി ചോദിച്ചോണ്ടിരിക്കുക, രാവിലെ കഞ്ഞി ഉണ്ടോന്ന്. പഴങ്കഞ്ഞി. ടേസ്റ്റ് ഉണ്ടല്ലോ, കഴിക്കട്ടെ. നമ്മൾ കറി വെക്കാനായിട്ടേ കുറച്ച് ചേമ്പുന്താൾ എടുക്കാനായിട്ട് പോവുകയാണേ. ചേമ്പുന്താൾ എടുക്കാൻ പോകുന്നത് നമ്മൾ വെള്ളം തിരിക്കാൻ പോകില്ല, അവിടെ നിറയെ ചേമ്പില്ല, അതിൻ്റെ താളായിട്ട് എടുക്കുന്നത്. അതിൻ്റെ ചെറിയ പിഞ്ച് വേണം നമുക്ക് എടുക്കാനായിട്ട്. മുള വരുന്ന ഭാഗങ്ങളുണ്ടാവുമല്ലോ, അതിൻ്റെ ഇലയും കൂമ്പും, പിന്നെ ചെറിയ തണ്ട്. കൂമ്പുണ്ടെങ്കിൽ നല്ലതാണ്, കൂമ്പില്ലെങ്കിൽ അതിൻ്റെ ഇളം തണ്ട് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അവിടെ നിറയെ ഉണ്ടും താനും. ഇപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് നല്ല ചേമ്പുന്താൾ എടുത്തിട്ട് വരാം. നമ്മളിവിടെ എത്തിയിട്ടോ. അതിൻ്റെ താഴെയായിട്ടാണ് ചേമ്പൊക്കെ നിൽക്കുന്നത്. താഴോട്ട് ഇനി ഇറങ്ങിപ്പോകണം. താഴോട്ട് ഇറങ്ങുമ്പോൾ നല്ല അട്ടയുണ്ടാവും. ഡെറ്റോളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വേണം ഇറങ്ങിപ്പോകാനായിട്ട്. നിറയെ ചേമ്പിട്ടിട്ടോ. അത് എന്നെക്കാട്ടിലും ഹൈറ്റിലാണ് നിൽക്കുന്നത്. കാട്ടുചേമ്പാട്ടോ ഇത്. ഈ തോട്ടിൻകരയിലൊക്കെ ഉള്ള ഒരു ടൈപ്പ് ചേമ്പുകളാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഇളം ചേമ്പിൻ്റെ തണ്ടായിട്ട് എടുക്കുന്നത്. നിറയെ ഉണ്ട്, എത്ര വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം, എത്ര ചേമ്പുണ്ട് കേട്ടോ. ഞാൻ വലുതായിട്ട് തന്നെ എടുക്കുവാണേ, കൊട്ട വേണ്ട. നമ്മൾ വീട്ടിൽ പോയിട്ട് വേണ്ട അനുസരിച്ച് പിന്നെ എടുക്കാമല്ലോ.
അമ്മച്ചി എപ്പോഴും പറയൂ കേട്ടോ, ചേമ്പന്താളൊക്കെ കൂട്ടിയിട്ട് ഒരുപാട് നാളായി, ഇങ്ങോട്ട് വന്നിട്ട് വേണം ചേമ്പന്താളൊക്കെ കറി വെച്ച് കഴിക്കാനായിട്ടെന്ന്. അപ്പോൾ ഒരു മഴയൊന്നും ഇല്ലാത്ത സമയം നോക്കി വന്നതാണ്. പക്ഷേ അമ്മച്ചി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് മഴയുമായി. ഇന്നലെയാണ് എത്തിയത്. പിന്നെ പണ്ടൊക്കെ ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ എപ്പോഴും അവിടെ പോയി നിൽക്കുമായിരുന്നു. ആ സമയത്തൊക്കെ ചേമ്പന്താൾ മിക്കവാറും ദിവസം ചേമ്പന്താൾ കറിയൊക്കെ വെച്ച് തരുമായിരുന്നു കേട്ടോ. പണ്ടത്തെ ചില ഓർമ്മകൾ. പിന്നെ അമ്മച്ചിയെ കാണുന്നുണ്ടെങ്കിൽ ആദ്യം താമസിച്ച സ്ഥലത്ത് നിന്ന് താമസമൊക്കെ മാറിപ്പോയപ്പോൾ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അതിന് കിട്ടാണ്ടായി. ചപ്പും ചവറും ഒക്കെ ഉണ്ട് കേട്ടോ, വെള്ളമൊക്കെ ഒഴുകിയിട്ടേ. പിന്നെ ചെളിയും എല്ലാം ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെയാണ് എടുക്കുന്നത്. നീർക്കോലിയെ കണ്ടോയെന്നറിയില്ല. പൊതുവേ പിന്നെ നമ്മുടെ ഒരു ഇതൊക്കെ അറിയുമ്പോൾ അതുങ്ങളൊക്കെ പോകേണ്ടതാണ്, പിന്നെ അങ്ങനെ നിൽക്കത്തില്ല. പാമ്പുകളൊക്കെ ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പാമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കൂടുതലായിട്ടും പാമ്പുകളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമൊക്കെ തന്നെയാണ്. ഇപ്പോഴൊക്കെ പിന്നെ പാമ്പ് പൊതുവേ കുറവാണ്. ഇപ്പോൾ പാമ്പ് കുറവാനുള്ള കാരണം വെച്ചാൽ മയിലുകൾ കൂടുമ്പോൾ പാമ്പുകൾ കുറയും. പാമ്പുകളുണ്ടെങ്കിൽ അതിനെയൊക്കെ തിന്നും. പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പാമ്പുകളെ കാണുമായിരുന്നേ. ഇപ്പോൾ പിന്നെ കാണലുണ്ട്, എന്നാലും കുറവാണ്. പാമ്പുണ്ടെന്ന് പേടിച്ച് ആരും വീട്ടിനുള്ളിലൊന്നും ഇരിക്കാറില്ല. അവിടെ നിന്ന് പോന്നു. ഇപ്പോൾ വേറെ സ്ഥലത്ത് നമ്മൾ കുറച്ച് വേറെ പിഞ്ച് താളുണ്ടോ നോക്കുവാണേ. ഒരു മൂത്തൊക്കെ മുറിച്ചാൽ കളയുക, പിഞ്ച് മാത്രം എടുത്തിട്ട് പോവാം. അമ്മച്ചിക്ക് കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ചോദിക്കാം കേട്ടോ, അതിലേതാ വേണ്ടാത്തതെന്നൊക്കെ ഉള്ളത്. എന്തായാലും ഞാൻ കുറച്ച് വലുപ്പത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട്, നീളത്തിലങ്ങ് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇലയും കൂടെ കൂടിയിട്ട് ഇലയൊന്നും വേണ്ടി വരില്ല. കൊണ്ടുപോയിട്ട് ചോദിച്ചു നോക്കാം. മഴ പൊടിയുന്നുണ്ടേ, ചെറുതായിട്ട് ചാറുന്നുണ്ട്. പാളയിൽ വെച്ച് കെട്ടിയിട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ നമുക്ക് കറിയൊന്നും ആവത്തില്ല. അതിനൊരു കറിയുള്ളതാണേ, ഇങ്ങനെയാണെങ്കിൽ കറി ആവത്തില്ലല്ലോ. ഞാൻ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറേണ്ടി വരുന്ന തോന്നുന്നത്. ഏതാണ്ട് നനഞ്ഞു. നല്ല തണുപ്പ്. അമ്മച്ചി നമ്മുടെ വീടിൻ്റെ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, പല്ലിയേറയിൽ കൊച്ചച്ഛൻ്റെ വീട്ടിലാണ്. തണുപ്പുണ്ട് ഇവിടെ അമ്മച്ചി? തണുപ്പുണ്ട് ഇവിടെ? ഇവിടെ ഇച്ചിരി തണുപ്പുണ്ട്. എന്താ വെച്ചാൽ കുഴിഭാഗമല്ലേ. ആ, അവിടത്തെക്കാട്ടിലും പല്ലിയേറയെക്കാട്ടിലും കൂടുതലും ഒരു കോടയും തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. അതിൻ്റെ ചീകാനുണ്ടോ? അതും ചീകണോ? അവിടെ നിറയെ അട്ടയുള്ള സ്ഥലമാണ് ഞങ്ങൾ പോയത്. ഇത് ഭയങ്കര പൊക്കം കൂടുതലാണ്. അത് ഈ പൊക്കം കുറവുള്ള സ്ഥലമുണ്ട്, പൊക്കം കൂടുതലുള്ള സ്ഥലമുണ്ട്. നമ്മൾ ചേമ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനവിടെ കൊണ്ടുതരാം. ഇഷ്ടം പോലെ ഉണ്ടേ. വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കൊണ്ടുപോകുന്നുണ്ട് ഇടയ്ക്ക് എപ്പോഴേലൊക്കെ വേണമെങ്കിലേ പറഞ്ഞാൽ. ആ, അത് ഈ തോട്ടും കരയിലൊക്കെ അല്ലേ കിട്ടുന്നത്? നമ്മുടെ ഈ ഭാഗത്ത് ഇല്ല സാധനം. ഇതിൻ്റെയോ ഈ തണ്ടോ? അത് കുറച്ച് എടുക്കാം. ഇതിൻ്റെ ഇതുവരെ ഉണ്ട്. ഇതിൻ്റെ കൂമ്പ് വേണം, ചെറിയ കൂമ്പ്, ഉള്ളിലുള്ള കൂമ്പ് എടുത്തോ. ആ തണ്ട് മൊത്തം എടുത്തോ? എടുക്കാം അല്ലേ? അത് മൊത്തം എടുത്തു. വലിയ തണ്ടൊക്കെ. ഇത് വലുപ്പം കൂടുതലായതുകൊണ്ട് കേട്ടോ, പിഞ്ചാണ്. ഞാൻ പിഞ്ച് മാത്രം നോക്കിയെടുത്തത്. ഒരുപാടുണ്ട്.
പിന്നെ കുറേ കാട് വെട്ടിയിട്ട് കുറേ കളഞ്ഞിട്ടുമുണ്ട്. വെട്ടിക്കളഞ്ഞാൽ പിന്നെ വീണ്ടും നല്ല കൂമ്പ് വരും. വരൂല്ലേ? ആ എന്നാൽ അപ്പോൾ ഇനി വെട്ടിക്കളഞ്ഞ നല്ല കൂമ്പ് വരും. അതിൽ ഫുള്ള് വെട്ടിയിട്ടുണ്ട്. അവിടെ കൂമ്പാവുമ്പോൾ കൊണ്ടുവരാം. അമ്മച്ചിക്ക് ചീര, ചേമ്പ് ഇങ്ങനത്തെ ഇത് ചക്കക്കുരു അതൊക്കെ ഇഷ്ടം. അവിടെ നേലൊക്കെ ചീര കിട്ടുമ്പോൾ നമുക്ക് തന്നു. കാട്ടു തക്കാളി ഇപ്പം ഇല്ലല്ലോ. കാട്ടു തക്കാളി ഇപ്പോൾ കാട്ടു തക്കാളി ഇല്ല. ഒരിടയ്ക്ക് എന്ത് കാട്ടു തക്കാളിയായിരുന്നോ. മുകളിലൊരു 37 പറമ്പുണ്ട്. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. മത്തനില, പയറേല. ശോഭന വന്നപ്പോൾ പയറേല ഇവിടെ നിന്നല്ലോ അവള്. അപ്പോൾ കറി വെച്ചു. അത് അമ്മയുണ്ട് അവിടെ. അമ്മയുണ്ട്. പയറേല തോരൻ വെച്ചിട്ട് ഞാൻ ഒരു വട്ടപ്പാത്രത്തിൽ കൊടുന്നു കൊടുത്തു. അമ്മയൊക്കെ ആശ്രയിച്ചായിരുന്നു പിന്നെയും കൊണ്ട്. അപ്പോൾ ശോഭന പറയായിരുന്നു, അയ്യോ ഇത്രയും പയറേലൊക്കെ കൂട്ടാൻ വെക്കാൻ അവിടെ നിന്ന് കിട്ടി. ഇവിടെ താഴെ പയറുണ്ടായപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പയറേല വെച്ചിട്ടുണ്ടായിരുന്നു. പയറേല നല്ലതാണ്. ഒരു ചെറിയൊരു കയ്പ്പ് രസം ചെറുതായിട്ടുണ്ടാവും. ചെറുതായിട്ടൊന്നും. പക്ഷെ എനിക്കിഷ്ടം പയറേല. മത്തല പിന്നെ മൂപ്പത്തിലൂടെ ഉണ്ടായി ഇഷ്ടം പോലെ പറിച്ച് കറി വെക്കാം. അമ്മച്ചിയുടെ വീടാണ് പാലക്കാട് കലടിക്കോട്. പണ്ട് നമ്മുടെ പഴയ വീടിൻ്റെ താഴെ പോയിട്ട് അമ്മച്ചി ചേമ്പുന്നാൾ കറി വെക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത്. പിന്നെ പഴുത്ത മാങ്ങാക്കറി, ചക്ക എലിശ്ശേരി. ചക്കരി ഈ കൊല്ലം വെച്ചിട്ടില്ല. എനിക്ക് വയ്യ, തിന്നാൻ വേണ്ടേ. എന്തോ തിന്നാൻ വയ്യാണ്ടായി. എത്ര വയസ്സായിപ്പോൾ? 77 വയസ്സായില്ലേ? ഈ ആഗസ്റ്റ് 20 വന്ന ഓഗസ്റ്റ് 20 അമ്മച്ചിയുടെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അമ്മച്ചിൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ അന്തുവിന് കുറച്ച് ബീഫോ അല്ല കോഴിയൊക്കെ വാങ്ങിക്കൊടുക്കണം. അവൻ ഉറപ്പെടുത്തും. കേക്കൊന്നും വേണ്ട. ഇറച്ചി അവനിച്ചിരി ഇറച്ചിയൊക്കെ തിന്നണം നല്ലോണം. എവിടെ ചെല്ലുവാന്ന് തോന്നുന്നു. നല്ലപോലെ തിന്നണം അവൻ എന്തെങ്കിലുമൊക്കെ. വേറെ ഒരു സാധനം കഴിക്കൂല. പച്ചക്കറികൾ വെണ്ടക്ക കറി കൂട്ടും. പിന്നെ തോരൻ കറി എന്തെങ്കിലുമൊക്കെ കൂട്ടും കുറച്ച്. കൊച്ചച്ഛൻ്റെ മോനാട്ടോ നന്ദു. ഇതിൻ്റെ ഈ നാര് ഇതേപോലെ ഇരിഞ്ഞ് കളയുവാണ്. 2 സൈഡിൽ നിന്നും വലിച്ച് കളയുന്നുണ്ട്. നാര് മൊത്തം കളയുക. വയനാട്ടിൽ എവിടെയായിരുന്നു താമസിച്ചിരുന്നത് അമ്മച്ചി? ഞങ്ങൾ വാളവയലിൽ. പാടവയലോ? വാളവയൽ. മൂന്നാനക്കുഴി വാളവയൽ. അത് ഏതാണ്? മൂന്നാനക്കുഴി പോയി ബസ് ഇറങ്ങും. സുൽത്താൻ ബത്തേരിയോ? സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഒരു വണ്ടി കയറണം. മൂന്നാനക്കുഴിയിൽ ഇറങ്ങും. പിന്നെ അവിടുന്ന് ഉള്ളിലോട്ട് പോകണം. അന്ന് നടന്ന് കുറച്ചങ്ങ് പോകണം. ഇപ്പോൾ ബസ്സായി. അമ്മച്ചിയൊക്കെ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ടാട്ടോ പോയത്. അച്ഛനും കൊച്ചച്ഛനൊക്കെ ജനിച്ചതും അച്ഛനൊക്കെ 10-20 വയസ്സ് വരെ ഉണ്ടായിരുന്നത് അവിടെ. അത് കഴിഞ്ഞിട്ടാണ് ഒരു അട്ടപ്പാടിക്ക് വന്നത്. ചേമ്പുന്നാൾ വട്ടത്തിൽ ഒരുപാട് കട്ടിയില്ലാതെ അരിഞ്ഞെടുക്കുവാണേ. എന്തെന്തായാലും ഉടഞ്ഞു പോകുമെന്ന് പറഞ്ഞ അമ്മച്ചി. നമ്മൾ തന്നെ അരിഞ്ഞപ്പോൾ നീളത്തിലായിരുന്നു കേട്ടോ അരിഞ്ഞിട്ടുണ്ടായിരുന്നത്, വട്ടത്തിലേപ്പോൾ. ഇതിൻ്റെ ഉള്ളിൽ ആ ഇലയും കൂടെ ഉണ്ട് കേട്ടോ. കുഞ്ഞു തണ്ടും പിഞ്ച് അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അരിയുന്നത്. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിടുന്നുണ്ട്. ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, മീനും കൂടി ഇട്ടോട്ട് പാത്രം നിറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ആവി കയറുമ്പോൾ ചുങ്ങും കേട്ടോ. നമുക്ക് അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെക്കുവാണേ. നമുക്കത് അടച്ച് വെക്കാവേ. ആവി കയറിയിട്ട് ആവി കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കുവാണേ. ഇപ്പോൾ ഈ മീനൊക്കെ ഒന്ന് അടിയിലോട്ടൊക്കെ പോയിട്ടേ വേവട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് ചുങ്ങിയിട്ടോ. അപ്പോൾ ഇത്രയായി.
ഒരു ചട്ടി വെച്ചതാണ്. ഇതിന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞോട്ടെ. ഇതിലൂടെ നമ്മൾ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചത് ഒഴിക്കുവാണേ. പുളിവെള്ളം. തേങ്ങ ഒഴിച്ച് നന്നായിട്ട് ഇളക്കാതെ, കുറച്ച് വെള്ളം അധികമുണ്ട്. നന്നായിട്ട് വേവിച്ചേ. ഒന്ന് കുറുകുമായിരിക്കുമോ? ചെറുതായിട്ടൊന്ന് കുറുകൂല. തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇറക്കാനായിട്ട് പോവുകയാണേ. ആയിട്ടുണ്ട് കറി. ഇനി കടുകും കൂടെ വറുത്ത് ചേർക്കാം. കറി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഉള്ളിലോട്ട് കൊണ്ടുപോവാം. അമ്മ മീനും വറുത്തേ. കഴിക്കാം നമുക്ക്. കുറച്ചധികം എടുക്കുന്നുണ്ട്. പിന്നെ 2-3 വറുത്ത മുളകും എടുക്കണ്ടേ. മീൻ വറുത്തതുണ്ട്, അതൊരു കഷ്ണം എടുക്കുന്നുണ്ട്. ഇത് തലക്കഷ്ണം. കഴിക്കട്ടെ. നല്ല പുളിയും എരിവൊക്കെ ഉണ്ടേ. ബീൻസ് തോരനുണ്ട്, മീൻ വറുത്ത്. കഴിക്കട്ടെ. കുറേ നാളായിട്ട് കഴിച്ചിട്ട്. തോട്ടിലെ ചേമ്പ്. ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഇരുന്നോണ്ട് പിന്നെ കുഞ്ഞിന് പാലൊക്കെ കൊടുത്തിട്ട് ഇതിവിടെ അടുക്കള സൈഡൊന്ന് വൃത്തിയാക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ അടുക്കള എവിടെയാണ്? നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന വാതിലൂടെ. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ട് കേട്ടോ. അവിടെ കുറേ സാധനങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുക. മഴയൊക്കെ ആയി പിന്നെ കുറേ വേസ്റ്റ് കത്തിക്കാതെ വേസ്റ്റുകളും കുറേ കവർ അത് ഇത് കണ്ണി കണ്ടത് അങ്ങനെയായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ചാക്കിലാക്കി വെച്ചു. നമ്മളൊരു ഡ്രമ്മുണ്ട്, അതിൻ്റെ അകത്തിട്ട് ഇട്ട് വെക്കുക ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് ആകുമ്പോൾ കൊണ്ടുപോയി കത്തിക്കുക ചെയ്യുക. അത് കത്തിക്കാനായിട്ട് പറ്റാണ്ട് കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ കുഞ്ഞിൻ്റെ തുണി അലക്കണം. തുണി അലക്കിയിട്ട് വിരിക്കണമെങ്കിൽ ഉള്ളിൽ ഇനി സ്ഥലമില്ല. നമ്മുടെ സ്റ്റെയറിൻ്റെ അവിടെ കുറച്ച് സ്ഥലമുള്ളിടത്താണ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന തുണി. ഇനി തുണി ഇവിടുത്തെ അഴയിലുമാണ് ഇടാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ പുക നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് നമ്മൾ കുഴൽ വിട്ട് പുക പോയിട്ടുണ്ടെങ്കിൽ ആ പുക ഇങ്ങോട്ട് റിട്ടേൺ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ നമ്മൾ കുറച്ച് അഴയൊക്കെ ഇട്ടിട്ടുണ്ട്, അതിലൊക്കെ പുകയുണ്ട്. പിന്നെ ഈ ഷീറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ഇവിടെയും വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് തുണി ഇനി ഉണങ്ങാനിടാൻ പറ്റും. മഴക്കാലമായ ഇവിടെ ഇട്ടാലും എന്താ പറയുക, വെള്ളം ഉണ്ടെങ്കിൽ തോരുന്ന വരെ ഇടാമെന്ന് മാത്രം. പക്ഷേ മഴ ഇങ്ങനെ ചാറ്റിലടിക്കും കേട്ടോ. കോടയൊക്കെ ആകുമ്പോൾ പിന്നെ ഒട്ടും ഉണങ്ങത്തില്ല തുണി. ഈർപ്പം, ആ കോടയിലുള്ള ആ ഈർപ്പം അങ്ങനെ തുണിയിൽ നിൽക്കും, ഉണങ്ങി കിട്ടത്തില്ല. അപ്പോൾ ഒന്ന് ഇവിടെ വിരിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒന്ന് കുറച്ച് വെള്ളം തുറന്ന് പിന്നെ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടിടണം. അപ്പോൾ ഒന്ന് ഇതൊക്കെ അഴയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇവിടെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ സാധനങ്ങളുണ്ട്. മാങ്ങ, വാഴയ്ക്ക, ചേമ്പ്, ചേന. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം അവിടെ നിന്ന്. നമ്മുടെ ഇവിടെയൊക്കെ വേസ്റ്റ് എടുക്കാനേ ആകെ അതിൻ്റെ കവറുകൾ മാത്രം എടുക്കുകയുള്ളൂ കേട്ടോ. വേറെ ഒന്നും വേസ്റ്റ് എടുക്കാനൊന്നും വണ്ടിയൊന്നുമില്ല. നമ്മുടെ ബാക്കിയുള്ളത് എന്താ ചെയ്യുക, കത്തിച്ച് കളയാനേ വഴിയുള്ളൂ. കുറേ കവറല്ല പേപ്പറുകൾ, സാധനങ്ങളൊക്കെ അങ്ങനത്തെ കുറേയുണ്ട് കേട്ടോ. പെട്ടികളൊക്കെ ഉണ്ണിയേട്ടൻ സാധനം വാങ്ങുന്നതിൻ്റെ കുറേ പെട്ടികളുണ്ടാവും. പിന്നെ എനിക്കെന്തെങ്കിലുമൊക്കെ ഞാൻ വാങ്ങണേറ്റുണ്ടാവും. അങ്ങനെ കത്തിച്ച് കളയുകയും ചെയ്യാം. ആക്രിക്കാർക്കൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല. ഈ കുടയടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ ആകെ തണുത്ത് ഒരു വെള്ളം പിടിച്ച പോലെ ആയിപ്പോകും. അതൊക്കെ ഒന്ന് മാറ്റി ഒതുക്കി വൃത്തിയാക്കുക. ഇവിടെ കുറച്ച് കരിയിലയൊക്കെ വീണ് കിടപ്പുണ്ട്. മോളിന്ന് പിന്നെ വിറകിൻ്റെ കമ്പും പിന്നെ വേസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേസ്റ്റ് കൊട്ടിയിട്ട് അതിന് വേസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു വേറെ ചാക്കിലാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ. പൂച്ചയും പൂച്ചക്കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ.
എൻ്റെ പാത്രം 2 ദിവസമായിട്ട് പൂച്ചക്കുഞ്ഞിനെയും കാണുന്നില്ല, കുറച്ച് ദിവസമായിട്ട് പൂച്ചേനെയും കാണുന്നില്ല. പൂച്ച എന്തോ വിഷം എന്തോ കഴിച്ചോന്ന് തോന്നുന്നുണ്ട്. ആദ്യമായിട്ട് നടക്കണ്ടായിരുന്നു, എന്നെ കണ്ടതുമില്ല. പക്ഷെ അങ്ങനെ ഈ പൂച്ചകളൊന്നും സാധാരണ കഴിക്കണമല്ല, എന്താ പറ്റിയെന്നറിയില്ല. കഴുകാനുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊണ്ട് വെച്ചോട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ്. ബാക്കി പിന്നെ ഫുള്ളൊന്ന് അടിച്ചു വാരി പിന്നെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ മാറ്റി. ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് കൊണ്ട് ഇവിടെ ഒരു ക്ലോസറ്റ് ഉണ്ട്. ക്ലോസറ്റിന് ഉണ്ടായിരുന്ന പണിക്ക് കൊണ്ടുകൊണ്ട് സാധനം ഇവിടെ കൊണ്ട് വെച്ചാൽ. പിന്നെ ഫ്രിഡ്ജ് പഴയതായിരുന്നു കേട്ടോ, നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് ചെരുപ്പിട്ട് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി മാറാല അങ്ങനെ തട്ടിയിട്ട് ഇതും കൂടി ഒന്ന് തുടച്ച് തുണി വിരിക്കാനുള്ള പരുവത്തിനാക്കി എടുക്കണം. പിന്നെ ആ പാത്രങ്ങളും കൂടെ ഒന്ന് കഴുകി കുഞ്ഞിൻ്റെ തുണി ഇളക്കാണ്ട് അതും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇവിടുത്തെ പണി കഴിഞ്ഞു. പിന്നെ കുറച്ച് കത്തിക്കാനുള്ള വേസ്റ്റും പിന്നെ കുറച്ച് തൊണ്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് ഫുള്ള് വിറക, പിന്നെ അറ്റം വരെ അങ്ങനെ വിറകടിക്കുമ്പോൾ മഴയത്ത് ഇറങ്ങാനുള്ള പോട്ടും സാധനങ്ങളും അങ്ങനെ കുറച്ച് ചില്ലറ സാധനങ്ങളാട്ടോ ഇവിടെയുള്ള. അങ്ങനെ ഞാനൊന്നും കഴുകിയും കൂടെ നോക്കട്ടെ. തറ കഴുകാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ മഴ പോയിട്ട് കഴുകാം, അല്ലെങ്കിൽ ചിലപ്പോഴേ വെള്ളം മൊത്തം കഴുകി ഉണങ്ങത്തുമില്ല, മൊത്തം നനഞ്ഞ് ഇവിടെ കിടക്കും. അപ്പോൾ മഴ പോയിട്ട് കഴുകും. അപ്പോൾ ഒന്ന് അടിച്ചിട്ടിട്ടുണ്ട്. ഇനി പാത്രം ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇത് നമ്മൾ ഈ കവറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കേണ്ട ഒരു പാത്രം കേട്ടോ. അപ്പോൾ അത് ചെളി തെറിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് പുകയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകുക. ഈ കളറൊന്നും അങ്ങനെ പോകത്തില്ല കേട്ടോ. ഇത് ഈ ഓരോ പണികൾക്കൊക്കെ കൊണ്ടുപോയിട്ടേ അതിൻ്റെയൊക്കെ ഓരോ കറ പിടിച്ചിട്ടും പിന്നെ മരുന്നടിക്കാനൊക്കെ കൊണ്ടുപോയി അതിൻ്റെ പശയുണ്ട്, അതൊക്കെ പിടിച്ച് കളറൊക്കെ പോയി പണ്ടത്തെ ഒരു പാത്രമാണ്. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും വേസ്റ്റ് ഇടാനൊക്കെ ആയിട്ട് എടുത്ത് വെച്ചേക്കണം. അതൊന്ന് കഴുകി അവിടെ തന്നെ വെക്കാം. വേസ്റ്റ് പാത്രം, പിന്നെ നമ്മളെ ഫുഡ് വേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുന്ന പാത്രങ്ങളൊക്കെയാണ് ഇത്. എല്ലാ പാത്രവും കഴുകി ഉള്ളിൽ കൊണ്ട് വെക്കാം. മഴയത്ത് കിടക്കുന്നതൊക്കെ ഇവിടെ മൊത്തം ഈ മുകളിൽ നിന്ന് ചെളി തെറിച്ചേക്കുവാണ്. അത് ഈ മണ്ണിൽ ഇവിടെ കട്ടിങ്ങിൽ വെള്ളം കുത്തി വീഴുന്നത് അങ്ങനെ ഇങ്ങോട്ട് തെറിക്കും. പിന്നെ കുഞ്ഞിൻ്റെ തുണി അലക്കാൻ പോകുന്നതൊന്ന് കഴുകിയിടുക. എന്നിട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതേപോലെ തന്നെ ആവും കേട്ടോ. പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവിടെ അങ്ങനെ തന്നെയാണ്. അടുത്ത് തന്നെയല്ലേ കട്ടിങ് വരുന്നത്. ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ചെറിയൊരു കലക്കുണ്ടായിരുന്നു, നേരത്തെ വെള്ളമായിരിക്കണം മഴ പെയ്ത സമയത്ത്. ഇച്ചിരി തെളിഞ്ഞിട്ടുണ്ട്. മഴ പെയ്യാത്ത സമയത്തൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് വരുക. നല്ല കാറ്റും തുടങ്ങിയിട്ടുണ്ട്. ചെളി തെറിക്കും കേട്ടോ. നമ്മൾ ചാക്ക് വെച്ച് അരച്ച് കഴിയുമ്പോൾ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തറയും കൂടെ ഒന്ന് കഴുകി വിട്ടിട്ടുണ്ട്.
അവിടെ ഒന്ന് കഴുകി ഇട്ടു. പിന്നെ കുറച്ച് തുണി മുന്നേ അലക്കിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അത് ഫുൾ അവിടെ കൊണ്ടുവന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്ഥലമുണ്ട്, അപ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ തുണി ഇനി അലക്കിയിടണം. നല്ല കാറ്റും മഴയും തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അതും നല്ല കാറ്റായിരുന്നു. കുഞ്ഞാണെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. സ്കൂളിൽ വിടുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കുമേ നല്ല മഴയും കാറ്റുമായി. പിന്നെ കുറച്ച് നേരം ഞാൻ നോക്കിയിരുന്നു കേട്ടോ, ഇച്ചിരി വൈകുകയും ചെയ്തു. പിന്നെ വേഗം തന്നെ കോട്ടൊക്കെ ഇട്ട് നിൽക്കുമായിരുന്നേ. കുഞ്ഞ് വന്നപ്പോൾ തന്നെ വേഗം ഇറങ്ങി ചെന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 2-3 കുട്ടികളേ ഉള്ളൂ കേട്ടോ ജീപ്പിൽ. പിന്നെ ബാക്കി കുട്ടികളൊക്കെ മുകളിൽ നിന്ന് കുട്ടികളുണ്ട്, പക്ഷെ അവരൊക്കെ ട്യൂഷനായിട്ട് മുന്നേ കുറേ താഴ്ന്നു തന്നെ ഇറങ്ങും. പിന്നെ ആരും ഇങ്ങോട്ട് കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവരുടെ വീട് ഇവിടെയല്ല, അവരെ കൊണ്ടുവിടാൻ വേണ്ടി വരുന്ന കേട്ടോ. തന്നെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന അംഗൻവാടിയിലൊക്കെ പോയി കൊണ്ടുവന്നൊരു കൊച്ചും കൂടി ഉണ്ട് കേട്ടോ. അവർ രണ്ടുപേരും അംഗൻവാടിയിൽ ഇവർ ഒരുമിച്ചായിരുന്നു. നല്ല മഴയാണേ, നല്ല മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ചാറിയിട്ടുണ്ടായിരുന്നേ. അപ്പം ജാതിക്ക പറിക്കാൻ പോകാൻ എൻ്റെ അമ്മ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പോയി പറിച്ചോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ പറിച്ചില്ല. ഇന്ന് ഇറങ്ങിയാൽ നല്ല മഴയുണ്ട്. പക്ഷെ കുറേ ജാതിക്കയുണ്ട്. അതവിടെ കിടന്നാൽ ഇനി വെള്ളമൊക്കെ കയറി നാശമായി പോകത്തേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഒരുപാട് ജാതി മരങ്ങളൊന്നും ഇല്ല നമ്മുടെ കണ്ടത്തിൽ. പക്ഷെ എന്നാലും നമുക്ക് കുറച്ചുള്ളതെന്ന് കുഴപ്പമില്ലാത്ത രീതിയിലൊരു പൈസ കിട്ടും. ജാതിപത്രിക്കൊക്കെ അത്യാവശ്യം വിലയുള്ള സാധനമാണ്. ഉണക്കി 1 കിലോ ഒക്കെ ആവണമെങ്കിൽ കുറേ വേണം. പക്ഷെ ഉള്ളത് കുറേ പൊട്ടി നിൽപ്പുണ്ട്. ആ പൊട്ടി നിൽക്കുന്ന പരിസരത്ത് ഞണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊന്മാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് പോകും. പൊന്മാനല്ല, വേഴാമ്പൽ. അപ്പോൾ നമുക്ക് ഉള്ള ജാതിക്ക് പറിച്ചെടുക്കാം. മഴ പെയ്തിട്ട് അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അലക്കുകല്ല് വേണ്ടോ, അലക്കുകല്ലിന് ഏകദേശം അടുത്ത് വരെ വെള്ളം ഇങ്ങനെ കയറി വന്നിട്ടുണ്ടേ. മഴ പെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെയും ചിലപ്പോൾ ഇങ്ങനെ വെള്ളം കൂടിക്കൊണ്ടിരിക്കും. അലക്ക വെള്ളം പോണേ. ഈ കാറ്റത്തൊക്കെ ആയിട്ടേ പച്ച ജാതിക്ക വീണിട്ടുണ്ട്. ഇപ്പുണ്ട് പൊട്ടിയിട്ട് ജാതിക്ക വീഴുന്നുണ്ടോ. ഇതാണ് ശരിക്കും മൂത്ത് പൊട്ടി വീഴുന്നത്. ഇത് നല്ല മൂത്തത്. ഇതൊക്കെ വെറും പൊട്ടാതെ വീഴുന്നതാണ്. കാറ്റത്തെ നല്ല കാറ്റുണ്ട്, ആ സമയത്ത് ഇങ്ങനെ വീഴുന്നതാണ്. ഇനി ജാതിക്ക മാത്രം എടുക്കുന്നുണ്ട്. അതിൻ്റെ തോട് നമ്മൾ കളയുവേ. ഇതൊക്കെ പിഞ്ച് ജാതിക്കയാണേ, മൂത്തിട്ടില്ല. മൂത്തതിങ്ങനെ പൊട്ടിക്കിടക്കും. ചിലപ്പോൾ അത് പൊട്ടി താഴെയും വീഴും കേട്ടോ. പൊട്ടി നിൽപ്പുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് ചാലിലോട്ട് വീണിട്ടുണ്ട്. നോക്കണം, മഴയും പെയ്യുന്നോണ്ടേ അത്ര ക്ലിയർ അല്ല, കാണുന്നില്ല. കുറച്ച് കാപ്പി വെക്കാൻ വന്നേ. അത് സാധാരണ ചായ ഇപ്പോഴും ഉള്ളിൽ വെക്കുക. നമ്മൾ ഈ ജാതിപത്രിയൊക്കെ ഇടാൻ വന്നപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ട് വന്നു. കാപ്പിയാണ് വെക്കുന്നത്. നമ്മൾ അന്ന് ഇടിച്ച കാപ്പിയില്ലേ, അത് കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ, വീട്ടിൽ തന്നെ. നമ്മൾ മില്ലി കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ടില്ല, സമയം കിട്ടാത്തതുകൊണ്ട് പൊടിച്ചിട്ടില്ലേ. അപ്പം അത് കുറച്ച് പൊടി എടുത്തിട്ട് വന്നിട്ട് കാപ്പി വെക്കാമെന്ന് വിചാരിച്ചു. ജാതിപത്രി ഇങ്ങനെ ചുറ്റും ഇരുന്നു. അതിന് ജാതിക്കയുണ്ട്. സൈഡ് വഴിയൊക്കെ ഇരിക്കട്ടെ. നമ്മൾ പൊടിച്ചെടുത്ത കാപ്പിപ്പൊടിയാട്ടോ. ഒരുപാടിങ്ങനെ കറുത്ത ആ കളറൊന്നുമല്ല. ഇതിലെന്തെങ്കിലുമൊക്കെ ഇട്ടാൽ കളർ വ്യത്യാസം വരുവേ. തിളച്ചിട്ടുണ്ടേ. ഇച്ചിരി മധുരം ഇടാണ്ട് എടുക്കാനാ. മധുരം ഇടാണ്ട് എടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. കാപ്പി ആയതുകൊണ്ട് മധുരം നോക്കട്ടെ കേട്ടോ. ചായ ആകുമ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. മധുരം ഇട്ട് ഇനി ഇറക്കാൻ പോവാണേ. പുറത്തു പോകാൻ പറ്റില്ല, അത്ര മഴയും തണുപ്പും കേട്ടോ. 2-3 ചിപ്സും എടുത്തു, കുറച്ച് കാപ്പി എടുത്തിട്ടുണ്ട്. മധുരം ഇടാണ്ടാണ് എടുത്തത്. നല്ല മധുരത്തിലും നല്ല കടുപ്പത്തിലും അമ്മച്ചിക്കും അമ്മയ്ക്കൊക്കെ കാപ്പി എടുത്തിട്ടുണ്ടേ. എന്താടാ, നെയിൽ പോളിഷാണോടാ? തിരിയല്ലേ?
ഇങ്ങോട്ട് ചാട്ടടാ കുഞ്ഞ, മുന്നോട്ട് ചാട്ടുക. ഞാൻ അങ്ങോട്ട് ചാട്. അവിടെ ചാടി ചാടി വാ. നീ ഇങ്ങോട്ട് ചാടി ചാടി വാ. ജാതിക്ക പറിക്കാൻ പോയിട്ട് വന്നിട്ട് ആകെ തണുത്ത് മരച്ചു കേട്ടോ. പിന്നെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച്. കോട്ടുണ്ടെങ്കിലും നൈറ്റി അടിയൊക്കെ നനയും. അപ്പം അങ്ങനെ കുറച്ച് നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞിന് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നൈറ്റി മാറി പാൽ കൊടുത്തു. ഇതും അലക്കാനുള്ള നൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് പാലും കൂടെ കൊടുത്തിട്ട് തുണി അലക്കാനായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇനി നല്ല നൈറ്റി ഒന്നും ഇടാൻ പറ്റില്ല. അലക്കിയിട്ട് കുളിക്കുകയും കൂടെ വേണം. അപ്പോൾ അങ്ങനെ അലക്കി കുളിച്ച് കയറാമെന്ന് വിചാരിച്ചു. ഇനി അലക്കാനായിട്ട് പോകാം കേട്ടോ. മഴ ഇങ്ങനെ പെയ്ത് മഴ അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഉള്ള മഴയൊന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും മഴ തുടങ്ങിയിട്ട് ഈ മഴയൊന്നും മാറുന്ന സമയത്ത് നമുക്ക് അലക്കാൻ പോവാം. എന്നിട്ട് അതും കൂടെ കഴിഞ്ഞിട്ട് കുളിക്കണം. ഇപ്പോൾ തുണി അലക്കാനുള്ളതും കൂടെ എടുത്തേ. മഴ പെയ്യുന്നുണ്ട്, നന്നായിട്ട് മഴ പെയ്യുന്ന അവിടെ വെള്ളം തട്ടിയിട്ട് ഇങ്ങോട്ട് തെറിക്കുവേ. ഒരു മഴ പെയ്തൊന്ന് മാറിയിട്ടുണ്ട്. അടുത്ത മഴ വരുന്നതിന് മുന്നേ തുണി അലക്കട്ടെ. കുഞ്ഞിൻ്റെ സ്വെറ്റർ കുറച്ച് തുണിയേ ഉള്ളൂ, ഉള്ളത് കുറേശ്ശെ അലക്കി ഇടുക കേട്ടോ. അലക്കിയിട്ട് വാഷിംഗ് മെഷീനിലിട്ടൊന്ന് ഉണക്കും കൂടി ചെയ്യുന്നുണ്ട്, ഡ്രൈ ആക്കി ഒന്ന്. അപ്പോൾ അല്ലെങ്കിൽ വെള്ളം ഞാൻ തന്നെ കിടന്നാൽ പോകത്തില്ല. അടിച്ച് വരുന്നുണ്ട് കേട്ടോ. മുകളിലൊക്കെ ഫുള്ള് കോട കയറിയിട്ടുണ്ട്, മൊത്തം കോട കയറിയിട്ടുണ്ടേ. കോട വരുന്നുണ്ട്, അറിയേണ്ടതെന്ന് അറിയില്ല. നല്ല തണുപ്പ്, വെള്ളമൊക്കെ ഐസ് പോലെ ഉണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, നല്ല തണുപ്പുണ്ടേ. വേഗം അടുപ്പിൻ്റെ ചുവട്ടിലോട്ട് വന്നു ചൂടാവാനായിട്ട്. നാളെ ഒരു വിശേഷമുണ്ട്. നമ്മുടെ കുഞ്ഞിൻ്റെ ചോറ് കൊടുക്കലാണ് നാളെ. അവന് ഇന്ന് 5 മാസം തികഞ്ഞു കേട്ടോ. അന്ന് 14-ാം തീയതിയാണ് 5 മാസം തികഞ്ഞു. നാളെ 15-ാം തീയതി, അപ്പോൾ 1-ാം തീയതിയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ പല്ലിയേറ അമ്പലത്തിൽ വെച്ചിട്ട് കുഞ്ഞിന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുഞ്ഞിന് 3-4 അമ്പലങ്ങളിൽ ചോറ് കൊടുക്കാനായിട്ട് നേർന്നിട്ടുണ്ട്. അതിൽ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ പല്ലിയേറയെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ ഇഞ്ചിക്കറി വെച്ചിട്ട് പോകണം. അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ച് ഇഞ്ചി തേങ്ങ വറുത്ത് വെച്ചിട്ട് രാവിലെ അരച്ച് ചേർത്ത് കറിയാക്കിയിട്ട് രാവിലെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. നമ്മളൊരു 6:45 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ കുഞ്ഞിനെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി ഞാൻ റെഡിയായി പോകുമ്പോഴത്തേക്ക് ഇച്ചിരി സമയമാവും. അപ്പോൾ ഇന്ന് പറ്റുന്നതൊക്കെ അങ്ങ് ചെയ്തും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടാമത്തെ കുഞ്ഞൊക്കെ ആകുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നതേ, സാധാരണ എല്ലായിടത്തും ചെയ്യുന്ന അങ്ങനെയാണേ, ആദ്യത്തെ കുഞ്ഞിന് ഒരു 2-3 സ്ഥലത്തൊക്കെ ചോറ് കൊടുക്കും. രണ്ടാമത്തെ ആൾക്ക് ചോറ് കൊടുക്കുന്നത് ചിലപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും സാധാരണയായിട്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിനും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആയിട്ടുണ്ട്. അപ്പോൾ ഇതെടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചപ്പോൾ അധികമായി പോയി കേട്ടോ. ഇഞ്ചി കണ്ടപ്പോൾ ഒരുപാടുള്ള പോലെ തോന്നി, പക്ഷെ ഇട്ട് വന്നപ്പോൾ ഇച്ചിരി ഇഞ്ചി ഉണ്ടായിരുന്നത്. ചെറിയൊരു എണ്ണയിലിട്ട് വറുത്തെടുക്കേണ്ടതേ ഉള്ളൂ കേട്ടോ. ഇഞ്ചി വറുത്ത് വെച്ചു. ഇനി തേങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കാതെ കുഞ്ഞൊരു ചട്ടി എടുത്താൽ കേട്ടോ, ഇച്ചിരി മതിയല്ലോ. ഒരു 3-4 കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊന്ന് കളർ മാറി വരുന്ന സമയമാകുമ്പോൾ ഒരു നുള്ളി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടും. ഇതിലോട്ടൊരു തുള്ളി മുളക് പൊടി ഇട്ടിട്ടുണ്ടേ. ഇഞ്ചിക്ക് ഒരു വെള്ളമുണ്ട്, ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. കുഞ്ഞിന് ചിലപ്പോൾ എരിവ് പറ്റിയെന്ന് വരില്ല. പിന്നെ ഒരു കുറച്ച് മല്ലിപ്പൊടി, ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും കൊണ്ടിട്ടുണ്ട്. ഒന്ന് ചൂടാകുമ്പോൾ ഇനി ഇറക്കി വെക്കാവേ. എന്നിട്ട് നമുക്കത് അടച്ച് ഏതെങ്കിലും പാത്രത്തിൽ വെക്കാം. രാവിലെ ഇത് അരച്ച് കറി വെക്കാവോ. കറി വെക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ ഒന്ന് അരച്ച് ഒന്ന് ചേർത്താൽ മതി, ബാക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. നല്ല മഴയാട്ടോ, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് തോർന്ന് നിൽക്കുന്നുണ്ട്. സെറ്റിൻ്റെ ധാവണിയൊക്കെ എടുത്തിട്ട് പോകാമെന്ന് കേട്ടോ വിചാരിച്ചത്. അമ്മ സെറ്റ് സാരിയൊക്കെ വിചാരിച്ചിരുന്നത്. പിന്നെ ഒന്ന് ഷിഫാൻ ഷൈനൊക്കെ മുക്കിയിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ശരിക്കും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അയൺ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ മഴയത്ത് ഒരു രക്ഷയുണ്ടാവില്ല, ഭയങ്കര മഴ. ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെളി
നമ്മൾ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി ഞാൻ പാൽ കൊടുക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയൊക്കെ ചെയ്താലേ ഡ്രസ്സ് ഫുള്ള് നാശാവും. അത് വേറൊരു ഡ്രസ്സുണ്ട്, നമ്മൾ അയൺ ചെയ്യൊന്നും വേണ്ട. അപ്പോൾ അതിട്ടിട്ട് പോകാനായിട്ട് വിചാരിച്ചത്. എനിക്കും കുഞ്ഞിനും ഒരേപോലെ ഒരു പേജിൽ നിന്ന് ചെയ്ത് തന്നായിരുന്നേ. അപ്പോൾ അതിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ണേട്ടൻ വെള്ളം കൊണ്ട് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഉണ്ണേട്ടൻ മടക്കി കുത്തിയിട്ടൊക്കെ പോകാമല്ലോ, കുഴപ്പമില്ല. കുഞ്ഞും എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. അപ്പം നാളെ ഇനി അമ്മച്ചി വരുന്നില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇനി വളരെ യാത്ര ചെയ്തിട്ട് തിരിച്ച് വരാനും വയ്യ. ഒരുപാട് ദൂരമൊന്നുമില്ല, റോഡ് ഭയങ്കര മോശമായതുകൊണ്ട്, പിന്നെ മഴയും കൂടെ അല്ലേ. അമ്മച്ചി വരുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുക. ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ പോയിട്ട് വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി കിടക്കാനായിട്ട് വൈകുന്നില്ല. രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോകാനുള്ളതാണ്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ, ടേക്ക് കെയർ.